പുതിയ ഒരു തുടക്കം തന്നെയാണ് പുതുവർഷം. അതിനാൽ തന്നെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും നിലനിൽക്കുവാനും ദൗർഭാഗ്യം മാറി ഭാഗ്യം കടന്നു വരാനും ലഭിക്കുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനും ഒരു വർഷത്തിലെ ദുഃഖ ദുരിതങ്ങളെല്ലാം മാറി ഭാഗ്യം വന്നു ചേരുവാനും ചില വസ്തുക്കൾ വീടുകളിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. അതേക്കുറിച്ചാണ് ആദ്യമേ പരാമർശിക്കാനായി പോകുന്നത്. കേടായ ചെടികളുണ്ട് എങ്കിൽ അഥവാ ഉണങ്ങിയതായ ഇലകൾ തുടങ്ങിയ കാര്യങ്ങൾ വീടുകളിലുണ്ട് എങ്കിൽ അത് നെഗറ്റീവായ ഊർജം വർദ്ധിപ്പിക്കും എന്നാണ് പറയുക. അതിനാൽ തന്നെ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. മുള്ളുള്ള ചെടികൾ, പ്രത്യേകിച്ചും സുഗന്ധമില്ലാത്ത പുഷ്പങ്ങൾ നൽകുന്നതായ മുള്ളുള്ള ചെടികൾ തീർച്ചയായും വീടുകളിൽ നിന്നും ഒഴിവാക്കണം. അതായത് സുഗന്ധമില്ലാത്ത പുഷ്പങ്ങളാണ് ആ ചെടി നൽകുന്നത് എങ്കിൽ, മുള്ളുള്ള ചെടിയാണ് എങ്കിൽ അത്തരം ചെടികൾ വീടുകളിൽ നിൽക്കുന്നത് നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. അതിനാൽ തീർച്ചയായും അത്തരം ചെടികൾ ഒഴിവാക്കുക. വീടുകളിൽ പലപ്പോഴും കേടായ പാത്രങ്ങൾ ഉണ്ടായി എന്ന് വരാം. കേടായ പാത്രങ്ങൾ പലപ്പോഴും വീടുകളിൽ ഉണ്ടായി എന്ന് വരാം. കേടായ പാത്രങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും അവ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പഴയ തുണികൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ അത്തരം തുണികൾ വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. പഴയ തുണി എന്ന് പറയുമ്പോൾ കേടായതോ അത്തരം കാര്യങ്ങൾ സംഭവിച്ചതായ തുണികൾ ഒരിക്കലും വീടുകളിൽ സൂക്ഷിക്കാൻ പാടുള്ളതല്ല. അത് ദാരിദ്ര്യം വന്ന് ചേരുന്നതിന് കാരണമായി തീരും. പൊട്ടിയ ചെരുപ്പ് വീടുകളിലുണ്ട് എങ്കിൽ അവ ഒഴിവാക്കേണ്ടതാണ്. ശനിദോഷം ബാധിക്കുന്നതിന് അത് അല്ലെങ്കിൽ ശനിദോഷവുമായി ബന്ധപ്പെട്ട ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരാം. അതിനാൽ തീർച്ചയായും അത്തരം കാര്യങ്ങളും ഒഴിവാക്കുക. പഴയ കലണ്ടർ വീടുകളിൽ തീർച്ചയായും ഉണ്ടാകുന്നതാണ്. ആ കലണ്ടർ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. കാലം, സമയം, പുരോഗതി, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ സമയങ്ങൾ വന്നു ചേരണം എന്നില്ല. പുരോഗതി കൈവരിക്കുവാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. അതിനാൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കേടായ ക്ലോക്ക് വീടുകളിലുണ്ട് എങ്കിൽ അവ ശരിയാക്കുകയോ അല്ലെങ്കിൽ അവ ഒഴിവാക്കുകയോ ചെയ്യേണ്ടതായിട്ടുണ്ട്. പൊട്ടിയ കണ്ണാടി ഒരിക്കലും വീടുകളിൽ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ മുഖം നോക്കുകയോ പാടുള്ളതല്ല. അത് വളരെ ദോഷകരമായ കാര്യമാകുന്നു. നെഗറ്റീവ് ഊർജത്തെ അട്രാക്ട് ചെയ്യും എന്നതാണ് വാസ്തവം. അതിനാൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കേടായ നോട്ടുകൾ അല്ലെങ്കിൽ പണമുണ്ട് എങ്കിൽ അവ മാറ്റി വാങ്ങേണ്ടത് അനിവാര്യം തന്നെയാണ്. കൂടാതെ മറ്റ് നോട്ടുകൾക്കൊപ്പം ഒരിക്കലും ഇവ വയ്ക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. പൂജാമുറിയിൽ കേടായ ചിത്രം, വിഗ്രഹമുണ്ട് എങ്കിൽ അവ മാറ്റി സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ്. ഒരിക്കലും പൂജാമുറിയിൽ ഇത്തരം കാര്യങ്ങൾ വയ്ക്കുവാൻ പാടുള്ളതല്ല. അഥവാ ചിന്നൽ, പൊട്ടൽ വീണ വിഗ്രഹങ്ങൾ, ചിത്രങ്ങൾ വയ്ക്കുന്നത് അത് നിങ്ങൾക്ക് ദോഷം നൽകും. അതിനാൽ തീർച്ചയായും അവ മാറ്റി സ്ഥാപിക്കുക തന്നെ വേണം. ഉണങ്ങിയ ഇല, പൂക്കൾ എന്നിവ ഒരിക്കലും പൂജാമുറിയിലില്ല എന്ന് ഉറപ്പാക്കേണ്ടതും അനിവാര്യമാകുന്നു. കേടായ വിളക്കാണ് എങ്കിൽ അഥവാ ചോർച്ചയുള്ള വിളക്കാണ് എങ്കിൽ അത് രോഗദുരിതങ്ങൾ ആ വീടുകളിൽ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. അതിനാൽ തന്നെ തീർച്ചയായും അത്തരം വിളക്ക് മാറ്റി വാങ്ങേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. പഴയ തിരികൾ ഒരിക്കലും പാടുള്ളതല്ല. അവ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പഴയ വിളക്ക് തിരികൾ നാളെ സാമ്പ്രാണിയോടൊപ്പം പുകയ്ക്കുവാൻ എടുക്കുന്നത് ഉത്തമമായി തീരും. സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ പുക അടുക്കളയിലും പൂജാമുറിയിലും പ്രധാന വാതിലും വരത്തക്ക രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ, പുകയ്ക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ഉത്തമവും സർവ ഐശ്വര്യവുമാണ് ഫലമായി വന്നു ചേരുക. അതിനാൽ തീർച്ചയായും ഈ കാര്യത്തിനും നാളെ വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. ചെരുപ്പ് ഒരിക്കലും അലക്ഷ്യമായി ഇടാൻ പാടുള്ളതല്ല. പ്രധാന വാതിലിന്റെ അടുത്ത് ഇടരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കഴിവതും ഇടതുവശത്ത് തന്നെ വയ്ക്കുവാൻ, അതായത് വീടിന്റെ ഇടതുവശത്ത് തന്നെ വയ്ക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അഥവാ പ്രധാന വാതിലിന്റെ ഇടതുവശത്ത് സൂക്ഷിക്കുന്നതാണ് ഉത്തമം. കട്ടിലിന് താഴെ പല വസ്തുക്കളും പലരും സൂക്ഷിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യമാണ്. ഇപ്രകാരം നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അവ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്.
അല്ലെങ്കിൽ ദൗർഭാഗ്യം, ദുഃഖകരമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് അത് കാരണമായി തീരും. കൂടാതെ കേടായ ചിത്രങ്ങൾ, വസ്തുക്കൾ എന്നിവ ഒരിക്കലും നിങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. അത്തരം വസ്തുക്കൾ വീടുകളിൽ സൂക്ഷിക്കുന്നത് ദൗർഭാഗ്യം വർദ്ധിക്കുന്നതിനും ഭാഗ്യം നിങ്ങളിൽ നിന്നും അകലുന്നതിനും കാരണമായി തീരും. പുതുവർഷത്തിൽ ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നാളെ തന്നെ വീടുകളിൽ ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് കൂടി മനസ്സിലാക്കാം. വീടും പരിസരവും എപ്പോഴും വൃത്തിയായി തന്നെ കിടക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങനെയുള്ള വീടുകളിൽ മാത്രമാണ് ലക്ഷ്മി ദേവി വസിക്കൂ എന്നതാണ് വാസ്തവം. അല്ല എങ്കിൽ ആ വീടുകളിൽ അലക്ഷ്മി ദേവി അഥവാ മൂദേവിയാണ് വസിക്കുക. അതിനാൽ തീർച്ചയായും നാളെ വീടും പരിസരവും വൃത്തിയാക്കേണ്ടത് അനിവാര്യമാണ്. കൂടാതെ വീടിന്റെ ഉൾവശം തുടച്ചതിന് ശേഷം മഞ്ഞൾ ജലം അല്ലെങ്കിൽ ഉപ്പ് ജലം തളിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. വീടിന്റെ എല്ലാ മൂലകളിലും, അടുക്കളയിലും, പ്രധാന വാതിലിലും എല്ലാം തളിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നാളെ ചെയ്യേണ്ടതായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പൂജാമുറിയിലെ ചിത്രങ്ങൾ എല്ലാം തന്നെ അല്പം പച്ചക്കർപ്പൂരമിട്ട ജലത്തിൽ തുടയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ ജലത്തിലാണ് എങ്കിലും തുടച്ച് പൊടി കളയേണ്ടത് അനിവാര്യമാണ്. വളരെ ശുദ്ധിയോടെ തന്നെ നാളെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കൂടാതെ പ്രധാന വാതിലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായും പ്രധാന വാതിലിൽ സ്വസ്തിക ചിഹ്നം അല്ലെങ്കിൽ ഓം ചിഹ്നം വരയ്ക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അത് ചാലിച്ച കുങ്കുമത്തിൽ തന്നെ ചെയ്യുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ വീടുകളിലേക്ക് ഇരട്ടിയായി പോസിറ്റീവ് ഊർജം വർദ്ധിക്കുകയും കൂടാതെ ആ വീടുകളിൽ നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കുവാനും ഒരു പരിധിവരെ സഹായകരമാണ്. തീർച്ചയായും ഈ കാര്യത്തിനും പ്രാധാന്യം നൽകണം. കൂടാതെ നാളെ ചെയ്യേണ്ടതായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കാം. ഏവരുടെയും വീടുകളിൽ പഴയ തിരി ഉണ്ടാകണം എന്നില്ല. ഏവരുടെയും വീടുകളിൽ വിളക്ക് തിരി ഉണ്ടാകണം എന്നില്ല. വിളക്ക് തിരി നിങ്ങളുടെ വീടുകളിൽ ഇല്ല എങ്കിൽ സാമ്പ്രാണിയിൽ ഒരു ബേ ലീഫ് അഥവാ വഴയനായില ഇട്ട് തെളിയിക്കുന്നതാണ് അഥവാ കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇപ്രകാരം ചെയ്യുന്നത് ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. തീർച്ചയായും ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏവർക്കും വീടുകളിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ തന്നെയാണ്. വീടുകളിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ പുതുവർഷം വന്നു ചേരുവാൻ ഈ കാര്യങ്ങൾ തീർച്ചയായും ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക.